നിങ്ങൾ ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ ഒരു ഓഫീസറാക്കണം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് SSB ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് SSB ഇൻ്റർവ്യൂവിൽ നടക്കുന്നത്, എങ്ങനെയാണ് മറ്റ് ഇൻ്റർവ്യൂവിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് എന്നെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് SSB ഇൻ്റർവ്യൂവിനെ 5 ഭാഗങ്ങളായി തരംതിരിക്കാം. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആൻഡ് പാർട്ട് 5. നമുക്ക് ഫസ്റ്റ് പാർട്ട് 1 എടുക്കാം. പാർട്ട് 1ൽ എന്താണ് നോക്കുന്നത്, SSB എന്താണ്, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെലക്ഷൻ ബോർഡ്. ഇതിനെ നമ്മൾ 3 കാറ്റഗറി തിരിച്ചിരുന്നത് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഈ 3 വിഭാഗങ്ങളിലേക്ക് സൈനികൾക്ക് എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ പ്രക്രിയയാണ് SSB എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്നത് ബുക്സിലെ അറിവ് മാത്രമല്ല, പകരം ഒരു ഓഫീസറിന് ആവശ്യമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടോ എന്നാണ് ഇതിനകത്ത് പരിശോധിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഇതെന്തിനാണ് നടത്തുന്നത്, എന്തൊക്കെയാണ് ഒരു ഓഫീസറിന് ആവശ്യമായ ഗുണങ്ങൾ? ആത്മവിശ്വാസം, നേതൃത്വം, തീരുമാനം എടുക്കാനുള്ള കഴിവ്, ഉത്തരവാദിത്ത ബോധം, ടീം വർക്ക്, ആശയവിനിമയ കഴിവ്, സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്. ഈ സംഭവങ്ങളെല്ലാം SSB ഇൻ്റർവ്യൂവിൽ പരിശോധിക്കുന്നത്. നമുക്ക് പാർട്ട് 3ൽ കടക്കാം, കാരണം വീഡിയോ അല്ലെങ്കിൽ ലെങ്തായി പോകും. ആരൊക്കെയാണ് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, അതായത് ഏതൊക്കെ എൻ്റർ ചെയ്യാൻ. കുറച്ച് എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത് NDA, രണ്ടാമത് CDS, 3 FCAT, 4 TES, പിന്നെ NCC സ്പെഷ്യൽ എൻട്രി, ജാഗ് എൻട്രി. ഇപ്പോൾ സർവീസിലിരിക്കുന്ന ജവാന്മാരാണെങ്കിൽ അവർക്ക് വരുന്ന ACC എൻട്രി ഉണ്ട്, SU എൻട്രി ഉണ്ട്, പിന്നെ PCSലും ഉണ്ട്, പിന്നെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് വരുന്ന വേറൊരു എൻട്രിയും കൂടിയുണ്ട്. ഇവരൊക്കെയാണ് SSB അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 4ാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. ഈ 4ാമത്തെ പാർട്ടിൽ ആണ് നമ്മുടെ SSBയുടെ 5 ദിവസങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, അതായത് മനസ്സിലാക്കുന്നത്. ഡേ 1 അതാണ് ഏറ്റവും ക്രൂഷ്യലായ സ്റ്റെപ്പ്, അതാണ് സ്ക്രീൻ ടെസ്റ്റ്. മാക്സിമം കാൻഡിഡേറ്റ് ഔട്ട് ആവുന്നത് ഇതിനകത്ത് വെച്ചാണ്. ഇനി നമുക്ക് 2ആയി തരംതിരിക്കാം, ഒന്ന് OIR ടെസ്റ്റും 2 PPTT ടെസ്റ്റും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാതിന്. ഡേ 2ലാണ് TAT, WAT, SRT, അതായത് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. SRT എന്ന് വെച്ചാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, പിന്നെ പറയുന്നത് സെൽഫ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ്. ഇതെല്ലാം ഡേ 2ൽ നടത്തും. ഡേ 3 ആൻഡ് 4ൽ നടത്തുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ്, പ്രോഗ്രസീവ് ഗ്രൂപ്പ് ടാസ്ക്, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾസ്, കമാൻഡ് ടാസ്ക് ആൻഡ് ലെക്ചറേറ്റ്. ഇനി ഡേ 2 ആൻഡ് 4, അതായത് 2 ആൻഡ് 4ൽ എന്തൊക്കെ നടത്തുന്നു നോക്കാം. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂവും ഇതിനകത്ത് ഉൾപ്പെടും, 2ലും 4ലും. 5ാമത്തെ ദിവസമാണ് കോൺഫറൻസ്. ഇനി നമുക്ക് പാർട്ട് 5ലേക്ക് കടക്കുകയാണെങ്കിൽ, എന്താണ് ഇവർ SSBയിൽ പരിശോധിക്കുന്നത്? നമ്മളെ മെയിനായിട്ട് SSB പരിശോധിക്കുന്നത് OLQ, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊരു വേറെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പരിശോധിക്കുന്നത് ഇഫക്റ്റീവ് ഇൻ്റലിജൻസ്, ഇനീഷ്യേറ്റീവ്സ്, കറേജ്, കോൺഫിഡൻസ്, ടീം സ്പിരിറ്റ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, അടുത്ത കമ്മ്യൂണിക്കേഷൻ, റെസ്പോൺസിബിലിറ്റി. ഈ പാർട്ടുകളാണ് ഇതിനകത്ത് പരിശോധിക്കുന്നത്. ഇതോടുകൂടി 5 പാർട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വം വിലയിരുത്തുന്ന ഒരു സമഗ്രമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ശരിയായ തയ്യാറെടുപ്പ് നിങ്ങൾക്കും എന്തായാലും ഇതിനാവശ്യമാണ്. സ്ഥിരമായ പ്രാക്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് SSB ഇൻ്റർവ്യൂ പാസ്സാകാം. ഇത് പറയാനുള്ള കാരണം, ഞാനൊരു സൈക്കോളജിസ്റ്റോ GTO ഒരു ഇൻ്റർവ്യൂ ഓഫീസറോ അല്ല. പക്ഷേ എനിക്കൊരു 4 പ്രാവശ്യം SSB പോയതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ 4 പ്രാവശ്യം ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റ് പാസ്സായി കോൺഫറൻസ് ഔട്ടായ മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. SSB സീരീസിൻ്റെ അടുത്ത ഭാഗത്ത് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, അതായത് OLQs വളരെ ലളിതമായി വിശദീകരിക്കുന്നതായിരിക്കും. അതിനായി PT വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.